സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമ്മളിപ്പോ ഈ യുദ്ധത്തിന്റെ കാര്യത്തിലേക്ക്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും മിസൈലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും പുതിയ വെർഷനായി ഇലക്ട്രോണിക് വാർഫെയറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാർ, എന്താണ് ഇലക്ട്രോണിക് വാർഫെയർ? അമേരിക്കയും ഇസ്രയേലും ഇലക്ട്രോണിക് വാർഫെയറിലേക്ക് തിരിഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ മഹാരാജ്യത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിന് ഈ ഇലക്ട്രോണിക് വാർഫെയറിലേക്ക് എത്താൻ കഴിയുമോ? എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ട്രോണിക് വാർഫെയറിലെ ഇന്നത്തെ അവസ്ഥ? ഇന്നത്തെ ലോകത്തിൽ യുദ്ധത്തിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് വാർഫെയർ. വിമാനങ്ങളോ മിസൈലുകളോ ഉണ്ടായാൽ മാത്രം പോരാ. ഇലക്ട്രോണിക്സ് വാർഫെയറിലെ അഡ്വാൻസസ്, കണ്ടുപിടുത്തങ്ങളാണ് ഒരു രാഷ്ട്രത്തിനെ ഇന്ന് ഈ യുദ്ധത്തിലെ വിജയിയും പരാജിതനുമൊക്കെ ആക്കുന്നത്. ഈ മേഖലയിലെ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. അപ്പോൾ ഇത് എന്താണ് ഇലക്ട്രോണിക്സ് വാർഫെയർ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്. ആ ഇലക്ട്രോണിക്സ് വാർഫെയർ എന്നത് ജാമിങ് എന്ന് എല്ലാവരും കേട്ടിരിക്കും, നമ്മുടെ പ്രേക്ഷകരൊക്കെ കേട്ടിരിക്കും. ജാമിങ്, സ്പൂഫിങ് എന്നൊക്കെയുള്ള വാക്കുകൾ, അതൊക്കെ തന്നെ ഇലക്ട്രോണിക്സ് വാർഫെയറിൻ്റെ ഭാഗമാണ്. ഈ ഇലക്ട്രോണിക്സ് വാർഫെയർ അതിന് ഇന്നത്തെ എല്ലാ അത്യന്താധുനിക വിമാനങ്ങളും, അത് ഈ 5th ജനറേഷൻ വിമാനങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊക്കെ തന്നെ ശരിക്കും ഇലക്ട്രോണിക്സ് വാർഫെയർ ആണ് ആ വിമാനങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ വിമാനങ്ങളിലെല്ലാം തന്നെ ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇന്ത്യ സ്വന്തമായിട്ട് ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് വികസിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളിൽ ഓപ്പറേഷനിലാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. അതിന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. ശരിക്കും ഇന്ത്യ ഈ മേഖലയിൽ വൻ മുന്നേറ്റം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ മാത്രമല്ല, ഇന്ത്യയുടെ സ്വകാര്യ മേഖല അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഡാറ്റ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി, അവർ ഇന്ത്യയുടെ സ്വന്തമായ ഒരു ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് വികസിപ്പിച്ചെടുക്കുകയും അത് നമ്മുടെ ഈ SU-30 MKI എന്ന ഇന്ത്യയുടെ അഭിമാനമായ വിമാനമുണ്ട്. അത് റഷ്യയുടെയാണ്, റഷ്യ നിർമ്മിച്ച വിമാനമാണ്. നമ്മുടെ വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ വിമാനമാണ്. റഫാല് ഉണ്ടെങ്കിലും SU-30 MKI ആണ് നമ്മുടെ ഏറ്റവും കരുത്തുറ്റ വിമാനം. ആ വിമാനത്തിൻ്റെ അപ്ഗ്രേഡിങ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അതായത് സുഖോയ് MK-30 വിമാനങ്ങളെ സൂപ്പർ സുഖോയി ആയി മാറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിലെ ഏറ്റവും ആധുനികമായ റഡാറുകൾ, ആ റഡാറിൻ്റെ പേര് പറയുന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്സ് സ്കാൻഡ് അറേ, ISAR റഡാർ എന്ന് പറയും. ആ റഡാറുകൾ ഘടിപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ അതിൽ ഇപ്പോൾ നിലവിലുള്ളത് റഷ്യൻ നിർമ്മിതമായ SAP-518 എന്ന ജാമർ പോഡാണ്. അതായത് ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനമാണ്. ആ SAP-518 പകരമായിട്ട് ടാലോൺ എന്ന പുതിയ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുകയും അത് ആ വിമാനങ്ങളിൽ ഘടിപ്പിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അതായത് ഇതോടൊപ്പം തന്നെ ഈ ടാലോൺ ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ടിനോടൊപ്പം തന്നെ ഡിജിറ്റൽ റേഡിയോ ഫ്രീക്വൻസി മെമ്മറി എന്ന ഒരു ഇലക്ട്രോണിക് അറ്റാക്ക് കാപ്പബിലിറ്റി, അതായത് ഇലക്ട്രോണിക് ആക്രമണ ശേഷിയും കൂടി നമുക്ക് വരികയാണ്. അതോടുകൂടി ഇപ്പോൾ SU-30 MKIയിൽ ഘടിപ്പിച്ചിട്ടുള്ള SAP-518 പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും ഈ പുതിയ സംവിധാനങ്ങളിലേക്ക് അത് മാറുകയും ചെയ്യുക. എന്താണ് പഴയ സംവിധാനത്തെ അപേക്ഷിച്ച് ഈ ടാലോൺ ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ടിനുള്ള ഒരു മേന്മ എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇത് ഈ ടാലോണിലോട്ട് മാറുന്നത് സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും അത് ഇപ്പോൾ ഈ പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചാ വിഷയവും തീർച്ചയായിട്ടും അത് നിലവിലുള്ള സംവിധാനത്തെക്കാൾ വളരെയധികം മെച്ചപ്പെട്ടതുമാണ് എന്നുള്ളതിൽ ആർക്കും ഇപ്പോൾ തർക്കമില്ല. അപ്പോൾ അതിന്റെ മെച്ചം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഇലക്ട്രോണിക്സ് വാർഫെയർ ഞാൻ ആദ്യമേ പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കൂടുതലും ജാമിങ് ആണ്. എന്താണ് ഈ ജാമിങ്? ജാമിങ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വലിയ പലതരത്തിലുള്ള ശക്തിയേറിയ സിഗ്നലുകൾ പുറപ്പെടുവിച്ചിട്ട് ശത്രുവിൻ്റെ റഡാറിനെ കൺഫ്യൂസ് ചെയ്യിക്കും. അപ്പോൾ പിന്നെ റഡാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? റഡാറിൽ നിന്നും റേഡിയോ ഫ്രീക്വൻസികൾ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു. അത് ഇപ്പോൾ ഒരു വിമാനത്തിലായാലും ഒരു കപ്പലിലായാലും ഒക്കെ അത് പോയി തട്ടിയിട്ട് അത് തിരികെ വരും. തിരികെ ഈ പുറപ്പെടുവിച്ച ഉപകരണത്തിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് മനസ്സിലാകും അതിൻ്റെ ഈ വിമാനത്തിൻ്റെ ലൊക്കേഷൻ, വിമാനത്തിൻ്റെ സ്പീഡ്, ഇതൊക്കെ തന്നെ ഈ തിരികെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേഡിയോ വേവ്സ്. റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ആൻഡ് ഡിറ്റക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ സംവിധാനങ്ങളാണ്. അപ്പോൾ അവിടെ ഈ തിരിച്ചു വരാതിരിക്കാനായിട്ട് ഈ റഡാറിൽ നിന്നും പുറപ്പെടുവിച്ച റേഡിയോ സിഗ്നലുകളെക്കാൾ ശക്തിയേറിയ സിഗ്നലുകൾ മറ്റൊരു ഈ പിന്നെ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നു. അതായത് ഈ വിമാനം തന്നെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഈ റഡാറിന് കൺഫ്യൂഷനാണ്. അതാണ് പരമ്പരാഗത ജാമിങ്. പക്ഷെ ആധുനിക ജാമിങ് അങ്ങനെയല്ല. അതായത് ഞാനീ പറഞ്ഞ ടാലോണിലൊക്കെ ഉപയോഗിക്കുന്നത് റഡാറിൽ നിന്നും സിഗ്നലുകൾ പുറപ്പെടുവിച്ച് വിമാനത്തിൻ്റെ അടുത്ത് ആ സിഗ്നൽ എത്തും. വിമാനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ ടാലോൺ എന്ന് പറയുന്ന ജാമിങ് പോഡ് ആ സിഗ്നലുകൾ പിടിച്ചെടുത്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും, അതിനെ മാറ്റുന്നു, അതിൻ്റെ ഫ്രീക്വൻസി മാറ്റും, അതിൻ്റെ വേഗത മാറ്റും, പലതും മാറ്റും. അങ്ങനെ മാറ്റിയിട്ട് അതങ്ങ് തിരിച്ചയക്കും. അപ്പോൾ അതായത് സിഗ്നല് തിരികെ ചെല്ലാതിരിക്കുന്നില്ല, പകരം ഈ റിസീവറിന് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും സിഗ്നലുകൾ തിരികെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ ടാർഗറ്റ്, അതായത് ഈ വിമാനം, ഇവിടെ ഒരു വിമാനം ഉണ്ടെങ്കിൽ വിമാനം ഇല്ലാന്ന് തോന്നും, വിമാനം ഇല്ലാത്തടത്ത് വിമാനം ഉണ്ടെന്ന് തോന്നും. ഈ സ്ഥലജലഭ്രമം എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ശത്രു റഡാറുകൾക്ക് തോന്നും. അതാണ് ഒരു രീതി. പിന്നെ ഈ ഇതിന്റെ വേഗത സംബന്ധിച്ച് തെറ്റായ നിഗമനങ്ങൾ എത്തിച്ചേരും. ഇപ്പം മാക്ക് 1.9 വിമാനം പറക്കുന്നതെന്നിരിക്കട്ടെ, ശബ്ദത്തെക്കാൾ 1.5 ഏതാണ്ട് 2 മടങ്ങ് വേഗതയിലാണെങ്കിൽ ചിലപ്പോൾ ഈ തിരികെ ചെല്ലുന്ന മാനിപ്പുലേറ്റഡ് സിഗ്നലുകൾ പ്രകാരം മാക്ക് 1 പറക്കുന്നത്. അപ്പോൾ മാക്ക് 1 പറക്കുന്നതിനെ വളരെ സാവകാശമുള്ള ഒരു മിസൈൽ അങ്ങോട്ട് അയക്കും, അത് അവിടെ ഒന്നും എത്തത്തില്ല. അതാണ് മറ്റൊരു. പിന്നെ ഈ സ്പീഡ് കാൽക്കുലേഷന്, അതുപോലെ ഡിസ്റ്റൻസ്, ഈ എത്ര ദൂരമാണ്. ചിലപ്പോൾ നമ്മുടെ വിമാനം 100 കിലോമീറ്റർ അകലെ ആയിരിക്കും പറക്കുന്നത്, പക്ഷേ ഈ റഡാറിൽ കാണുന്നത് വിമാനം ചിലപ്പോൾ 50 കിലോമീറ്റർ അകലെ എന്നായിരിക്കും, അല്ലെങ്കിൽ 200 കിലോമീറ്റർ അകലെ എന്നായിരിക്കും. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ റഡാറിൽ ജനിപ്പിക്കും. റഡാർ ഒട്ട് തിരിച്ചറിയുകയില്ല. കാരണം അതേസമയം സിഗ്നൽ തിരികെ ചെല്ലുന്നില്ലെങ്കിൽ അവിടെ സിഗ്നലിനെ പിടിച്ചെടുത്തു, സിഗ്നലിനെ ഇല്ലാതാക്കി, ജാം ചെയ്തു എന്ന് സിഗ്നൽ അയച്ച പിന്നെ കേന്ദ്രത്തിന് മനസ്സിലാവും. അവരുടനെ തന്നെ ഒരു ഊഹത്തിൽ ഒരു മിസൈൽ അങ്ങ് അയക്കും. സർ, ഏതായാലും ഞാനിതിന്റെ സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇതിൽ ഇനി ബാക്കി എന്തൊക്കെ മേന്മകൾ കൂടി ഇതിൽ പറഞ്ഞ് അവശേഷിപ്പിക്കാനുണ്ട് സർ? അതുകൂടെ ഒന്ന് പറയാമോ, ഇതിന്റെ മേന്മകൾ? അതായത് തീർച്ചയായിട്ടും ഇത് ഈ ഒരു പിന്നെ പുതിയ ഇലക്ട്രോണിക്സ് വാർഫെയർ സ്യൂട്ട് പഴയതിനെ അപേക്ഷിച്ച് ഭാരം കുറവുള്ളത്, കൂടുതൽ നെറ്റ്വർക്കിംഗ് ശേഷിയുള്ളത്, കൂടുതൽ പിന്നെ വൈവിധ്യമാർന്ന രീതിയിൽ ശത്രു റഡാറുകളെ കബളിപ്പിക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരു അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഇത്തരം ടാലോൺ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഘടിപ്പിച്ച നമ്മുടെ SU-30 MKI വിമാനങ്ങൾ ഒരു തരത്തിലും ശത്രുവിന് നശിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുകയാണ്. ശത്രുവിൻ്റെ മിസൈലുകളാകട്ടെ, ശത്രുവിൻ്റെ മറ്റ് ലേസറുകളാകട്ടെ ഒക്കെ തന്നെ ഈ വിമാനത്തെ നശിപ്പിക്കുന്നതിൽ പരാജയപ്പെടും. നമ്മുടെ യുദ്ധവിമാനത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനും കൂടുതൽ ആക്രമണം നടത്താൻ നമ്മുടെ യുദ്ധവിമാനത്തെ സഹായിക്കുകയും ചെയ്യുന്ന പിന്നെ ഏറ്റവും ആധുനികമായ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് ടാലോൺ. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇത് വിമാനത്തിൽ ഘടിപ്പിച്ച് പിന്നെ യൂസർ ട്രയലുകളുമൊക്കെ നടത്തിയതിന് ശേഷം ഇത് SU-30 MKIയുടെ അപ്ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് നമ്മൾ മാറും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട്
വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.